കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല, കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് ഉൾപ്പെടെ ഉണ്ടായ ഉരുൾപൊട്ടലുകളിലും പ്രകൃതി ദുരന്തത്തിലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാ കുടുംബം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ബന്ധുക്കളെ അനുശോചനം അറിയിക്കുന്നതായും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പ്രിക്കൽ പറഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്യുന്നതായും ബിഷപ്പ് അറിയിച്ചു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ദീപികയും ചേർന്ന് വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും കോഴിക്കോട് വിലങ്ങാട് പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള 100 ഭവനങ്ങളുടെ നിർമ്മാണം, ഗൃഹോപകരണങ്ങളും ജീവനോപാധികളും ലഭ്യമാക്കൽ, മാനസികാരോഗ്യം വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സർക്കാരുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 5 രൂപതകളുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങൾ ഉരുൾപൊട്ടലിനെ തുടർന്ന് നടത്തിയ അടിയന്തര ഇടപെടലുകളുടെ തുടർച്ചയായാണ് KCBC നേതൃത്വത്തിൽ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിലൂടെ സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിനായി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദുരന്ത പുനരധിവാസ ആലോചന സമിതി അംഗങ്ങൾ ദുരന്തബാധിത പ്രദേശങ്ങളിലെത്തി. സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ നിവാസികൾക്കൊപ്പം നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങൾ പുനർനിർമ്മിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായി കത്തോലിക്ക കോൺഗ്രസ് സമയബന്ധിതമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ആലോചിക്കുവാനായി 50ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി ഉടൻ ചേരുമെന്ന് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ KP സാജു കൊൽപ്പള്ളിയിൽ, ബെന്നി ആന്റണി, രാജേഷ് ജോൺ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ മാനന്തവാടി രൂപതാ സമിതി അംഗം ബീന ജോസ് കരിമാംകുന്നേൽ എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രകൃതിക്ഷോഭത്തിൽ ഉള്ളു തകർന്ന വയനാടിന് ആരാശുപുരം സെയിന്റ് ജോർജ് ഇടവക ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജപമാല റാലി നടത്തി. ദിവ്യബലിക്ക് ശേഷം ജപമാലയും പ്രദക്ഷിണവും ഉൾപ്പെടെ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. വയനാടിനായി ആവശ്യമുള്ള വസ്തുക്കളുടെ ശേഖരണവും നടത്തി. ഒപ്പം അച്ഛന്റെ കിച്ചൺ എന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം എല്ലാവർക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് വികാരി ഫാദർ തമ്പി തൈക്കൂട്ടത്തിൽ പറഞ്ഞു. മതബോധന വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, പാസ്റ്റൽ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ ജപമാല റാലിക്ക് നേതൃത്വം നൽകി. കോഴിക്കോടും വയനാട്ടിലുമുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് കുവൈറ്റ് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവരുടെ ദുഃഖത്തിൽ കുവൈറ്റിലെ മുഴുവൻ SMCA അംഗങ്ങളും പങ്കുചേരുന്നതായി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ദുരന്ത മേഖലയെ പുനരധിവസിപ്പിക്കുന്നതിനായി പ്രത്യാശ എന്ന പേരിൽ ഒരു പുനരധിവാസ പദ്ധതിക്ക് SMCA സെൻട്രൽ മാനേജിംഗ് കമ്മിറ്റി പദ്ധതിയിട്ടതായി പ്രസിഡന്റ് ഡെന്നി കാഞ്ഞുപറമ്പിൽ അറിയിച്ചു. SMCA വൈസ് പ്രസിഡന്റ് ബിജു എണ്ണംപ്രയിൽ, ഏരിയ കൺവീനർമാരായ സിജോ മാത്യു, ജോബ് ആന്റണി, ജോബി വർഗീസ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി. പാലാ സെയിന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പാലാ രൂപത മുഖ്യ വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ രാവിലെ 11:30 കോളേജിലെ മറ്റു വൈദികർക്കൊപ്പം അർപ്പിച്ച വിശുദ്ധ ബലിയോടെയായിരുന്നു തുടക്കം. 1950 ഓഗസ്റ്റ് 7 മാർ സെബാസ്റ്റ്യൻ വയലിലാണ് കോളേജ് സ്ഥാപിച്ചത്. സെയിന്റ് തോമസ് കോളേജ് നാക് ഗ്രേഡിംഗിൽ ഉയർന്ന സ്കോറോടെ AA+ അംഗീകാരം കരസ്ഥമാക്കിയും ഓട്ടോണമസ് പദവി നേടിയും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയും ചരിത്രപരമായ നേട്ടങ്ങളിലൂടെയാണ് ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 1 വർഷം നീളുന്ന ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത്. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് രക്ഷാധികാരിയും മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് തടത്തിൽ മാനേജറും ഡോക്ടർ സിബി ജെയിംസ് പ്രിൻസിപ്പലും ഫാദർ സാൽവിൻ കാപ്പിലപ്പറമ്പിൽ വൈസ് പ്രിൻസിപ്പലും ഫാദർ മാത്യു ആലങ്ങാട്ട് മേടയിൽ ബർസാറുമായി പ്രവർത്തിക്കുന്നു. ആശിഷ് ജോസഫാണ് ജൂബിലി ആഘോഷ കമ്മിറ്റികളുടെ സെക്രട്ടറി. പ്രഥമ രൂപതാധ്യക്ഷനും ഭാഗ്യസ്മരണാർഹനുമായ മാർ സെബാസ്റ്റ്യൻ വയലിൽ ഉൾപ്പെടെയുള്ള നിസ്വാർത്ഥ മതികളായ അനേകം വലിയ മനുഷ്യരുടെ ആത്മസമർപ്പണമായിരുന്നു പാലാ സെയിന്റ് തോമസ് കോളേജിന്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് മുഖ്യ വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് തടത്തിൽ കോളേജ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ത്യാഗോജ്വലമായ ആ കാലഘട്ടത്തെ അനുസ്മരിച്ചും ലക്ഷ്യബോധത്തോടെയും പ്രതീക്ഷയോടെയും ഭാവിയെ നോക്കിക്കാണുവാനാകണം നാം ജൂബിലിയുടെ ദിനങ്ങളെ ആഘോഷപൂർണ്ണമാക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ സാൽവിൻ കെ തോമസ്, ബർസാർ റെവറൻഡ് ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ എന്നിവർക്കൊപ്പം കോളേജിലെ അധ്യാപകരായ മറ്റു വൈദികരും സഹകാർമ്മികരായിരുന്നു.
JB കോശി കമ്മീഷൻ ശുപാർശകൾ സർക്കാർ നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ സമുദായ അംഗവും മുന്നിട്ടിറങ്ങണമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപ്പോലീത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോ. ഇതിനായി ഫൊറോനകളിലും ഇടവകകളിലും വിശദീകരണ യോഗങ്ങൾ നടത്തണമെന്നും അദ്ദേഹം അതിരൂപത മക്കളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന തലത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നടപ്പിലാക്കുന്ന 1000 യോഗങ്ങളുടെ തിരുവനന്തപുരം അതിരൂപതതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ മെത്രാപ്പോലീത്ത. KLCA അതിരൂപത പ്രസിഡന്റ് ശ്രീ പാട്രിക് മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോമസ് ജെ നെറ്റോ പിതാവിൽ നിന്ന് KLCA, KLCWA, DCMS, KCYM സംഘടനകളുടെയും BCC കമ്മീഷന്റെയും പ്രതിനിധികളായ പാട്രിക് മൈക്കിൾ, വിമല സ്റ്റാൻലി, ജോർജ് എസ് പള്ളിത്തുറ, ആഗ്നസ് ബാബു എന്നിവർ ഫലകമേറ്റുവാങ്ങി. ജീവന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് കാരിസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 10 തൃശൂരിൽ നടത്തുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. മനുഷ്യജീവനേക്കാൾ മൃഗങ്ങളുടെ ജീവന് വിലയുള്ളതായി കണക്കാക്കപ്പെടുന്ന ഒരു സംസ്കാരം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണെന്നും പ്രപഞ്ചത്തെയും സർവ്വസൃഷ്ടിചരാചങ്ങളെയും സംരക്ഷിച്ച് പരിപാലിക്കുവാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്ന നിയമവ്യവസ്ഥകൾ മാറ്റപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് എന്ന സന്ദേശത്തോടെ MTP ആക്ട് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശൂരിൽ വെച്ച് ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് നടത്തുന്നതെന്ന് KCBC പ്രോ ലൈഫ് സമിതി ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും കാർഷിക വൃത്തിക്ക് പകരമാകില്ലെന്നും നാട്ടിൽ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നല്ല കർഷകർ ഉണ്ടാകണമെന്നും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത സമിതി നടത്തുന്ന 10ാമത് അടുക്കളത്തോട്ട മത്സരത്തിന്റെ ഭാഗമായ വിത്ത് വിതരണം പാലാ ബിഷപ്സ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ രൂപതയുടെ ജൂബിലി വർഷത്തിൽ നടക്കുന്ന അടുക്കളത്തോട്ട മത്സരത്തിൽ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000 കുടുംബങ്ങളെ പങ്കെടുപ്പിക്കാനാണ് കത്തോലിക്ക കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാർഷിക സംസ്കാരം എല്ലാവരിലും എത്തിക്കാനും പുതുതലമുറയെ കൃഷി പരിചയപ്പെടുത്തുന്നതിനും പച്ചക്കറി ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുമാണ് ഈ മത്സരം. ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്ന മത്സരങ്ങളിൽ മുൻ വർഷങ്ങളിലും വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. രൂപത പ്രസിഡന്റ് ഇമ്മാനുവേൽ നിധി അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ, റെവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, ജോസ് വട്ടക്കളം തുടങ്ങിയവർ സംസാരിച്ചു. ദൈവം തന്റെ രൂപവും സാദൃശ്യവും ജീവനും നൽകി മഹത്വപ്പെടുത്തിയ മനുഷ്യൻ ദൈവത്തിന് പ്രത്യുത്തരം നൽകേണ്ടത് സ്നേഹത്തിലൂടെയാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ. ഈ സത്യത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയായിരുന്നു ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന ആശയത്തിലൂടെ ജോർജ് കുറ്റിക്കൽ അച്ഛനെന്നും മാർ മുരിക്കൻ പിതാവ് പറഞ്ഞു. ജോർജ് കുറ്റിക്കൽ അച്ഛൻ രൂപം കൊടുത്ത കോട്ടയം ജില്ലയിലെ ചെങ്കൽ നസ്രത്ത് ആശ്രമം പ്രവർത്തനം ആരംഭിച്ചിട്ട് 31 വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ്. കാർഷിക വൃത്തി അനുഭവിച്ചറിയുവാൻ സെയിന്റ് ജോൺസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കൃഷിയിറക്കുന്നു. സ്കൂൾ കോമ്പൗണ്ടിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നിലമൊരുക്കി പച്ചക്കറി തൈകൾ നടുവാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ. അനുദിന പരിപാലനവും പരിചരണവും നല്ല നിലം കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ്. ഒഴിവ് വേളകളിലെയും രാവിലെയും വൈകുന്നേരങ്ങളിലെയും നേരങ്ങളിലാണ് കാർഷിക വൃത്തിക്കായി കുട്ടികൾ സമയം കണ്ടെത്തുന്നത്. പഴയ തലമുറയുടെ കൃഷി മഹാത്മ്യം വീണ്ടെടുക്കുവാൻ മണ്ണിലിറങ്ങുന്ന കുട്ടികൾ സ്കൂളിന് അഭിമാനമേകുന്നുവെന്ന് മാനേജർ ഫാദർ ജെയിംസ് വയലിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ബിജു മാത്യു, സിസ്റ്റർ മരീന മെക്കാട്ടുകുന്നിൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ് സീറോ എനർജി ക്യാമ്പസ് എന്ന നേട്ടം കൈവരിച്ച് കാരിത്താസ് കോളേജ് ഓഫ് ഫാർമസി. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചാണ് കോളേജ് ഈ നേട്ടത്തിലെത്തിയത്. ഈ പദവി കൈവരിക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ കോളേജ് എന്ന നേട്ടവും കാരിത്താസ് സ്വന്തമാക്കി. ഗ്രീൻ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച 50 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയമാണ് കോളേജിന്റെ ഈ നേട്ടത്തിന് പിന്നിൽ. പരിസ്ഥിതി സംരക്ഷണത്തിൽ സജീവമായ പങ്കുവഹിക്കുന്ന ഈ പദ്ധതി കാരിത്താസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തേവർപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാരിത്താസ് ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ ജോസും വൈസ് പ്രിൻസിപ്പൽ സിനു തോമസും പങ്കെടുത്തു. ചെമ്പൻതൊട്ടിയിലെ 100 കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയായ ഞണ്ണമലയിലെ ക്വാറി ഉടൻ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ചെമ്പൻതൊട്ടി സെയിന്റ് ജോർജ് പാരിഷ് ഹാളിൽ ചേർന്ന ജനകീയ കൺവെൻഷൻ അധികാരികളോട് ആവശ്യപ്പെട്ടു. പ്രവർത്തനരഹിതമായ ക്വാറികളിലെ വെള്ളക്കെട്ട് നിറഞ്ഞ അഗാധ ഗർത്തങ്ങൾ മൂടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെയിന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാം കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ സമ്മേളനത്തിൽ കൗൺസിലർമാരായ ഷീന MV, KJ ചാക്കോ കൊന്നയ്ക്കൽ, വർഗീസ് വയലാമണ്ണിൽ, ഷംസീർ KM തുടങ്ങിയവർ പ്രസംഗിച്ചു. കോട്ടയം അതിരൂപതയിലെ ഇടവകകളിൽ അടുത്ത 3 വർഷത്തേക്കുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കായി എല്ലാ ഫൊറോനകളിലും പരിശീലനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി
പിറവം ഫൊറോനയിൽ പരിശീലനം നടത്തി. പിറവം ഹോളി കിങ്സ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ഫൊറോനയിലെ എല്ലാ ഇടവകകളിലെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ സംയുക്ത കൂടിവരവ് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ തീക്ഷ്ണതയോടെ സഭയോട് ചേർന്ന് നിന്ന് ഇടവകളെ വളർത്തുന്നതിന് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ കൂട്ടായി യത്നിക്കണമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ പിതാവ് പറഞ്ഞു. പാരിഷ് കൗൺസിലുകളുടെ ദർശനവും ദൗത്യങ്ങളും എന്ന വിഷയത്തിൽ അതിരൂപത ചാൻസലർ ഫാദർ തോമസ് ആദോപ്പള്ളിയിൽ ക്ലാസ് നയിച്ചു. അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പാലാ രൂപത മാതൃവേദിക്ക് സീറോ മലബാർ മാതൃവേദിയുടെ ആദരവ്. 2023 പ്രവർത്തന വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളാണ് പാലാ രൂപത മാതൃവേദിയെ എക്സലന്റ് അവാർഡിന് അർഹയാക്കിയത്. 171 ഇടവകകളിലും സജീവമായി പ്രവർത്തിക്കുന്ന മാതൃവേദി കഴിഞ്ഞ വർഷം രൂപത തലത്തിൽ നടപ്പിലാക്കിയ അൽഫോൻസ തീർത്ഥാടനം, ബൈബിൾ രചന, കുഞ്ഞച്ചൻ തീർത്ഥാടനം, കുടുംബസംഗമം, ബൈബിൾ പഠന കളരി, വിവിധ കലാമത്സരങ്ങൾ എന്നിവ പ്രവർത്തന മികവായി വിലയിരുത്തപ്പെട്ടു. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന ചടങ്ങ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മാതൃവേദി ഗ്ലോബൽ പ്രസിഡന്റ് ബീന ടോമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് പുളിക്കൽ ആശംസകൾ അർപ്പിച്ചു. മാർ റാഫേൽ തട്ടിലിൽ നിന്ന് പാലാ രൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ജോസഫ് നരിത്തൂക്കിലും രൂപത ഭാരവാഹികളായ സിജി ലൂക്സൺ, സുജ ജോസഫ്, ഷേർലി ചെറിയാൻ, ബിന്ദു ഷാജി, ഡയാന രാജു തുടങ്ങിയവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനികൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. PTA പ്രസിഡന്റ് ലെനിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ധന്യ തെരേസ യുദ്ധവിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വർഗീസ് ആന്റണി യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമാധാന പ്രതീകങ്ങളായ സഡാക്കോ കൊക്കുകൾ ഉയർത്തി വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ലീന സെബാസ്റ്റ്യൻ, ബിന്ദു KJ, സിസ്റ്റർ അനൂപ, സ്കൂൾ ലീഡർ റിയ തോമസ്, ആൽഫ സോയ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ അത്ലറ്റിക് ഗെയിംസ് ടീമുകൾക്കുള്ള ജേഴ്സികൾ SK അനിൽ താക്കൂർ, സേട്ട് എന്നിവർ ചേർന്ന് ഹെഡ് മിസ്ട്രസിന് കൈമാറി. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന മുട്ടുച്ചിറ സെയിന്റ് ആഗ്നസ് ഹൈസ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് പാലാ മരിയസദനം സെന്ററിലെ അന്തേവാസികൾക്ക് പൊതിച്ചോറ് നൽകി. കുട്ടികൾ വീടുകളിൽ തയ്യാറാക്കിയ പൊതിച്ചോറുകൾ സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആനി ജേക്കബ്, PTA പ്രസിഡന്റ് ജോണിക്കുട്ടി മാത്യു, അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു വാഴ്ചാരിക്കൽ, സ്കൂൾ ചെയർപേഴ്സൺ ഡെലീറ്റ റോസ് ടോമി എന്നിവർ ചേർന്ന് മരിയസദനത്തിലെ അന്തേവാസികൾക്ക് കൈമാറി. കാർത്തികപ്പള്ളി സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിന് മുൻപിൽ സ്ഥിതി ചെയ്യുന്ന കുരിശടിയുടെ നവീകരണം പൂർത്തിയായി. ബുധനാഴ്ച വൈകുന്നേരം വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം കത്തീഡ്രൽ വികാരി റെവറന്റ് ഫാദർ D ഗീവർഗീസിന്റെ കാർമ്മികത്വത്തിലും സഹവികാരി റെവറന്റ് ഫാദർ ടോണി M യോഹന്നാന്റെ സഹകാർമ്മികത്വത്തിലും ശുദ്ധീകരണ ശുശ്രൂഷ നിർവഹിച്ചു. കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ വർഗീസ് K മാത്യു, സെക്രട്ടറി ശ്രീ എബ്രഹാം P കോശി, കത്തീഡ്രൽ ഭരണസമിതിയും നിർമ്മാണത്തിനും ശുശ്രൂഷ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി. സന്ധ്യാപ്രാർത്ഥനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും തുടർന്നുള്ള സമർപ്പണ ശുശ്രൂഷയിലും ഏകദേശം 200-ലധികം ആളുകൾ സംബന്ധിച്ചു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ ഗീവർഗീസ് സാദായുടെ നാമത്തിൽ സമർപ്പിച്ചിരിക്കുന്ന കുരിശടി നാനാജാതി മതസ്ഥരുടെ പ്രാർത്ഥനാ അഭയകേന്ദ്രമാണ്. മണ്ണുകുന്ന് സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ കരുതൽ പദ്ധതിയുടെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി പരിശുദ്ധ സഭയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് ആദ്യ ഗഡു 1,50,000 രൂപ സമാഹരിച്ച് പരിശുദ്ധ സഭയുടെ സുനഹദോ സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യുഹന്നോൻ മാർ ക്രിസോസ്റ്റോമസ്, അഭിവന്യ യുഹന്നോൻ മാർ പോളികാർപ്പസ്, കണ്ടനാട് മെത്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ജോസഫ് പൂവത്തിങ്കൽ എന്നിവർക്ക് കൈമാറി. സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, ഇടവക വികാരി ഫാദർ റോബിൻ മാർക്കോസ് എന്നിവരും സന്നിഹിതരായിരുന്നു. തിരുവമ്പാടി അൽഫോൻസ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെയും റിസർച്ച് സെല്ലിന്റെയും IQSCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലിറ്ററേച്ചർ ടു ലിബറേറ്റ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഫാദർ സ്കറിയ മങ്കരയിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KV ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ PA മത്തായി വിഷയാവതരണം നടത്തി. റിസർച്ച് ഗൈഡ് ഡോക്ടർ VJ പ്രശാന്ത്, റിയാദിലെ ഷാക്ര യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K റഹീം, മക്കേരി ഗവൺമെന്റ് കോളേജ് ഇംഗ്ലീഷ് അധ്യാപകൻ ഡോക്ടർ അരുൺലാൽ തുടങ്ങിയവർ പ്രബന്ധാവതരണം നടത്തി. 1965 സ്ഥാപിതമായ അമലഗിരി BK കോളേജ് വജ്ര ജൂബിലി പ്രഭയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ വിളംബരം ചെയ്തു. ലോഗോ പ്രകാശനം നിർവഹിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മിനി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കോളേജ് മാനേജർ മദർ ലില്ലി ലോസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു ജേക്കബ്, ഷെറിൻ ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു.
അമല മെഡിക്കൽ കോളേജിന്റെ സാമൂഹ്യ സേവന പദ്ധതിയായ അമല ഗ്രാമ പദ്ധതി 1 വർഷം പൂർത്തിയാക്കി. അമല ഗ്രാമ അഡാട്ട്, കൈപ്പറമ്പ്, വേലൂർ പഞ്ചായത്തുകളിലെ സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് പദ്ധതി ആരംഭിച്ചത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം, മാനസികാരോഗ്യ പരിപാലനം എന്നിങ്ങനെ വിവിധ പരിപാടികളിലൂടെ ആരോഗ്യ മേഖലയുടെ മുന്നേറ്റത്തിന് ഉതകുന്ന വിവിധ പദ്ധതികൾ 1 വർഷത്തിനിടയിൽ നടപ്പാക്കാൻ സാധിച്ചു. തടാകം ക്രിസ്തു ശിഷ്യ ആശ്രമത്തിന്റെ കീഴിലുള്ള ബിഷപ്പ് വാൾഷ് മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സക്കറിയ മാർ തെയോഫിലോസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റും കോയമ്പത്തൂർ സെയിന്റ് മേരീസ് മർത്തമറിയം സമാജം അംഗങ്ങളും ചേർന്ന് പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഫാദർ ബിജു പുളിക്കൽ അച്ഛന്റെയും അസിസ്റ്റന്റ് വികാരി രഞ്ജിത്ത് അച്ഛന്റെയും നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. UAEയിൽ ഷാർജ സെയിന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിൽ മലയാള സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് ആരംഭമായി. ഇടവക വികാരി ഫാദർ സവാരി മുത്തു, സഹകാർമ്മികരായ ഫാദർ ജോസ്, ഫാദർ റെജി, ഫാദർ വിനോദ്, ഫാദർ ജോൺ എന്നിവരുടെയും നേതൃത്വത്തിൽ തിരുനാൾ കർമ്മങ്ങൾക്ക് കൊടിയേറി. തുടർന്നുള്ള 9 ദിവസങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ നൊവേനയും 14-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് സായാഹ്ന പ്രാർത്ഥന, ദിവ്യകാരുണ്യ പ്രദക്ഷിണവും മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. 15-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ബഹുമാനപ്പെട്ട ഫാദർ ഡാനിഷ് ആന്റണി അച്ഛന്റെ നേതൃത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലിയോടുകൂടി തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.